ഹലോ ഹായ് വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറിന്റെ പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ച കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മുന്നേ ഒരുപാട് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ചോദിച്ച 15 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. The number of unpaired electrons present in the score planar complex of nickel tetracyano or tetracyano nickel 2. Okay, ഇത് നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം, നിക്കൽ സ്ട്രോങ് ലിഗാൻഡ് കൂടെ വരികയാണെങ്കിൽ ഡയമാൻറ്റിക് ആവാനാണ് ചാൻസ്. എനിവേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് NiCN 4 times 2- ആണ്. ഇതിൽ മക്കളെ നിക്കൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിഡൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 അല്ലേ? സയനൈഡ് 4 മൈനസ് വരും, ടോട്ടൽ -2 വെളിയിൽ വരണമെങ്കിൽ നിക്കൽ +2 നിക്കലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിക്കൽ വിത്ത് അറ്റോമിക് നമ്പർ 28 ആണ്. 28ന്റെ 28 ഇങ്ങനെയാ വരിക അല്ലേ? 28ന്റെ 28 ഇങ്ങനെയാ വരിക, 4s2 3d8 28. പക്ഷേ നിക്കൽ അല്ല ഇവിടെ ഉള്ളത്, നിക്കലിന്റെ 2+ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 4s എന്നുള്ള 2 ഇലക്ട്രോൺ പോയിട്ടുണ്ടായിരിക്കും. സോ ദിസ് ഇസ് സിംപ്ലി 3d8 4s0. ഓക്കെ, നമുക്ക് 4 കോർഡിനേഷൻ നമ്പർ. 4 ലിഗാൻഡിന് വേണ്ട വേക്കൻറ്റ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, മോർ ഓവർ നമുക്കറിയാം നമ്മുടെ 3d8 ഇപ്പൊ നിൽക്കുന്നത് ഏത് രീതിയിലാണ്? ഈ രീതിയിലാണ് അല്ലെ? ഇതാണ് നമ്മുടെ 3d8. ഇവിടെയുള്ള ലിഗാൻഡ് ആരാണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്. ആരാണ് സ്ട്രോങ് ലിഗാൻഡ്? CN-. സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്യും? പെയർ ചെയ്യും. പെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇപ്പോഴുള്ള അവൈലബിലിറ്റി എന്ന് പറയുന്നത് 3d എന്തായിട്ട് മാറി? 3d8 സ്ട്രോങ് ലിഗാൻഡ് പ്രസൻസിൽ എങ്ങനെയായി മാറി? 4s ഓൾറെഡി 2 ഇലക്ട്രോൺ പോയതുകൊണ്ട് 4s വേക്കൻ്റ് ആണ്. 4p എന്താണ്? അവൈലബിൾ ആണ്. അപ്പോൾ sp3 എടുക്കണോ dsp2 എടുക്കണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇന്നറിൽ ഒരു d ഫ്രീ ആണല്ലോ. അപ്പോൾ dsp2 എടുക്കണമെന്നും സ്കോർ പ്ലാനർ ആണ് ജോമെട്രി എന്നൊക്കെ നമുക്കറിയാം. ക്വസ്റ്റ്യൻ അതൊന്നല്ല ചോദിച്ചത്. ക്വസ്റ്റ്യൻ അൺപെയ്ഡ് ഇലക്ട്രോൺ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രോങ് ലിഗാൻഡ് വന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി പെയർ ചെയ്തിട്ടുണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺ എണ്ണം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ 0 വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി എടുക്കാം അല്ലെ? ഡി ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാം. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബ്രോമോബെൻസീൻ തന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് HNO3+ സൾഫ്യൂരിക് ആസിഡ് നൈട്രേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ നൈട്രേഷൻ നടക്കും. ബ്രോമിൻ ഒരു ഓർത്തോ പാരഡയറക്റ്റിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓർത്തോയിലേക്കും പാരയിലേക്കും NO2 ഗ്രൂപ്പ് ചെല്ലുന്നുണ്ടാവും നൈട്രേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട്. അതിൽ പാര ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ഡ്യൂ ടു സ്റ്റെറിക് റീസൺ അറിയാം. അങ്ങനെ കിട്ടിയ ഓർത്തോ ബ്രോമോ നൈട്രോ ബെൻസീൻ പാരാ നൈട്രോ ബ്രോമോ ബെൻസീനിലേക്ക് പിന്നെ ഒരു മെഗ്നീഷ്യം ആണ് ആഡ് ചെയ്തത്. ഗ്രിഗ്നാഡ്രിയൻ ഫോർമേഷൻ നടക്കുന്നുണ്ടാവും. അതിനുശേഷം എന്ത് വരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് സോളിഡ് ഫോമിൽ ചേർക്കുന്നു, ഹൈഡ്രലൈസ് ചെയ്യുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇങ്ങനൊരു റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രിഗ്നാഡ്രിയനിലേക്ക് നമ്മൾ ഡ്രൈ ഐസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഗ്രിഗ്നാഡ്രിയനിലേക്ക് CO2 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബിക്കം RCOO MgX. അതിനുശേഷം നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇത് നിങ്ങളുടെ കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ കാർബോക്സിലേഷൻ ഓഫ് ഗ്രിഗ്നാഡ്രിയൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ ബ്രോമോബെൻസീൻ ആണുള്ളത്. ഇതൊരു ഓർത്തോ പാരഡയറക്റ്റിക് ഗ്രൂപ്പ് ആണ്. ഇതിലേക്ക് നമ്മൾ നൈട്രേഷൻ നടത്തുന്നത് HNO3+ H2SO4 നൈട്രേഷൻ. അവിടെ രൂപപ്പെടാൻ പോകുന്ന ഇലക്ട്രോഫൈൽ ആരാ? NO2+. അത് ഓർത്തോയിൽ വരാം, പാരയിൽ വരാം. മേജർ ആയിട്ട് പാരയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓർത്തോയിൽ ബ്രോമിന്റെ ഒരു ക്രൗഡിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ബ്രോമിന്റെ പാരയിലായിട്ട് ആര് വരുന്നു? NO2 വരും. ഇതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മഗ്നീഷ്യം ഈതറുമായി ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. മഗ്നീഷ്യം ഈതറുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു ആൽക്കൈൽ ഹാലൈഡും മഗ്നീഷ്യം ഈതറും തമ്മിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് ഗ്രിഗ്നാഡ്രിയൻ. അപ്പൊ ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. അതിനെ നമ്മൾ മഗ്നീഷ്യം ഈതറുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ആൽക്കൈൽ ഹാലൈഡ് വിൽ കൺവേർട്ട് ടു ഗ്രിഗ്നാഡ്രിയൻ. അപ്പൊ ഇവിടെ Br എന്നുള്ളത് MgBr ആയിട്ട്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ ഗ്രിഗ്നാഡ്രിയനിന്റെ MgXന് പകരം COH വരുന്നതാണല്ലോ നമ്മൾ കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയപ്പെടുന്ന കോമ്പൗണ്ടിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഡ്രൈ ഐസ് ആഡ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ MgBr എന്ന് പറയുന്നത് എന്തായിട്ട് മാറൂടാ?
COH ആയിട്ട് മാറും. അപ്പോൾ പാരാനൈട്രോസ് ബെൻസോയിക് ആസിഡ് ആയിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, പാരാനൈട്രോ ബെൻസോയിക് ആസിഡ് അല്ലേ, ഉണ്ട്. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് പ്രിഫർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡൈസാക്രൈഡുകളെ കുറിച്ച് അറിയാം. ഡൈസാക്രൈഡുകൾക്ക് അവർക്കിടയിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്രധാനപ്പെട്ട ഡൈസാക്രൈഡ് ആണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എന്ന് പറയുന്നത്. സൂക്രോസ് ആണെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് അതിൻ്റെ അകത്തുള്ളത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബണും. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും ബീറ്റ ഡി ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബണും. ലാക്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗാലക്ടോസും ഗ്ലൂക്കോസും ആണ് അതിൻ്റെ അകത്തുള്ളത്. ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ഓഫ് ബീറ്റ ഡി ഗാലക്ടോസിന്റെ ഫസ്റ്റ് കാർബണും ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബണും തമ്മിലായിരിക്കും ബോണ്ട് ഉണ്ടാവുക. ഇത് മാൾട്ടോസ് ആണെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസുകളാണ് രണ്ടും ഉള്ളത്. അതിൽ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും അടുത്ത ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഫോർത്ത് കാർബണും ആണ് ബോണ്ട് എന്നൊക്കെ നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവും. സോ ദിസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നമ്മുടെ സൂക്രോസിന്റെ അകത്ത് ആര് തമ്മിലാണെന്നാണ്. സോ ഇറ്റ് ഈസ് സിംപ്ലി ദ C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് വിത്ത് C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ പെർഫെക്റ്റ്ലി ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസ്. സി ഓപ്ഷൻ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഇത് നമ്മുടെ പി ബ്ലോക്കിന്റെ അകത്തേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് എന്ത് ആസിഡ് ആണെന്ന് ചോദിക്കുന്നത്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് നമ്മൾ വരച്ചു നോക്കാനുള്ള ഐഡിയ, ഫോസ്ഫറസിനെ ടെട്രാഹൈഡ്രൽ ആക്കണം. എന്താക്കണം? ടെട്രാഹൈഡ്രൽ. അതിലുപരി ഫോസ്ഫറസ് ടെട്രാഹൈഡ്രൽ ആയിരിക്കണം. അതിലുപരി ഫോസ്ഫറസിന് ഒരു പി ഡബിൾ ബോണ്ടോ വേണം, അറ്റ്ലീസ്റ്റ് ഒരു POH ബോണ്ടും വേണം. ഇതാണ് ക്രൈറ്റീരിയ. ഇത് വെച്ച് ഞാൻ വരയ്ക്കാൻ പോവാണ്. എൻ്റെ A എന്ന് പറയുന്നത് H3PO4 ആണ്. H3PO4. അപ്പോൾ ഫോസ്ഫറസിന് ടെട്രാഹൈഡ്രൽ ആയിട്ട് ആളുകൾ വേണം. ഓക്കെ, അതിൽ ഒരു പി ഡബിൾ ബോണ്ടോ വേണം, ഒരു OH വേണം. ഇത് കണ്ടീഷനാണ്. ഇനി നിങ്ങൾ നോക്കിയേ മക്കളെ, ബാക്കി എത്ര ഓക്സിജൻ ഉണ്ട്? ഞാൻ ഒരു 2 ഓക്സിജൻ ഒരു ഫോസ്ഫറസ് അല്ല ഉപയോഗിച്ചത്. ബാക്കി 2 ഓക്സിജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ബാക്കി 2 എനിക്ക് OH ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതേ കോൺസെപ്റ്റ് ഞാൻ എൻ്റെ അടുത്ത മോളിക്യൂൾ ആയിട്ടുള്ള H3PO3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരും നോക്കി. ഫോസ്ഫറസിനെ വീണ്ടും ഞാൻ ടെട്രാഹൈഡ്രൽ ആക്കുന്നു, പി ഡബിൾ ബോണ്ട് പ്ലേസ് ചെയ്തു, ഒരു OH കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഒരു ഓക്സിജനാണ്. അപ്പം ഞാൻ അതും കൂടി OH ആക്കി മാറ്റി. ഇനി ഓക്സിജൻ ഇല്ല കൊടുക്കാനായിട്ട്, 3 ഓക്സിജൻ കൺസ്യൂം ചെയ്തു. അപ്പം ഇനിയുള്ളത് ഒരു ഹൈഡ്രജനാണ്. അതെങ്ങനെയായിരിക്കും വരിക? സി ആയിട്ട് ആരാ? H3PO2 സെയിം സെൻസിൽ വരച്ചേ ടെട്രാഹൈഡ്രൽ ആയിരിക്കും. ഒരു ഓക്സിജൻ കൊടുത്തു, ഡബിൾ ബോണ്ടോ കൊടുത്തു, ഓക്സി ബോണ്ട് കൊടുത്തു, നമ്മൾ OH ഒന്ന് കൊടുത്തു. ഇനി ഓക്സിജൻ ഇല്ല, അപ്പോൾ ബാക്കി 2 ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, ഈ POH ബോണ്ടിന്റെ അകത്തുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇത് അയണൈസബിൾ ആണ്, H+ ആയിട്ട് അസിഡിക് ആണ്. ഇതിനെ നമ്മൾ ബേസിസിറ്റി, ഒരു POH ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് ഒരു H+ അയണൈസ് ചെയ്യും. നമ്മൾ അതിന്റെ ബേസിസിറ്റി, നമ്പർ ഓഫ് അയണൈസബിൾ H+നെയാണ് നമ്മൾ ബേസിറ്റി എന്ന് പറയാം. ബേസിറ്റി 1 ആണെന്ന് പറയും. 2 POH ബോണ്ട് ഉണ്ടെങ്കിൽ 2 H+നെ അയണൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ നമ്പർ ഓഫ് അയണൈസബിൾ H+ 2 ആയതുകൊണ്ട് ബേസിറ്റി 2 ആണെന്ന് പറയും. 3 ആണെങ്കിൽ സിമിലർലി 3 ആണെന്ന് പറയും. അപ്പോൾ എല്ലാ ഹൈഡ്രജനും അയണൈസബിൾ അല്ല. ഓക്സിജനിലുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലുള്ള ഹൈഡ്രജൻ മാത്രമാണ് എന്ത് അയണൈസബിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോളിക്യൂളിനകത്ത് 3 OH ബോണ്ട് ഉള്ളതിനാൽ അത് ട്രൈ ബേസിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ A ഓപ്ഷൻ കറക്റ്റ് ആണ്. H3PO3 അകത്ത് 2 OH ഗ്രൂപ്പ് ഉള്ളതിനാൽ അത് ഡൈബേസിക് ആണെന്ന് പറയാം. H3PO2 അകത്ത് ഒരു OH ഗ്രൂപ്പ് ഉള്ളതിനാൽ അത് മോണോബേസിക് ആണെന്ന് പറയാം. ഇതിൽ 2 റെഡ്യൂസിങ് ഹൈഡ്രജൻ ആണ്. PH ബോണ്ട് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, 2 റെഡ്യൂസിങ് ഹൈഡ്രജൻ ആണ്. അപ്പൊ H3PO2 റെഡ്യൂസിങ് ആണെന്ന് പറയാൻ പറ്റും. Can act like a reducing in because of the presence of PH bond. H3PO3 also act like a reducing in because of the presence of PH bond. H3PO3 is not a reducing agent. Okay, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങളുടെ നോർമൽ നോളജിൽ പെട്ടതായിരിക്കണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും H3PO2 ഒരു ട്രൈബേസിക് ആസിഡ് ആണെന്ന് അവർ പറയുന്നത് റോങ് ആണ്. ഓക്കെ, ഡി ഓപ്ഷൻ റോങ് ആയിരിക്കും. ഒരു മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക്
ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റൻ വന്നിട്ടുള്ളത് ഒന്നുമില്ല. ഒരു 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒരു ആൽക്കേൻ ആണ്, സെക്കൻഡ് വൺ ഒരു ആൽക്കഹോൾ ആണ്, തേർഡ് വൺ ഒരു ആൽഡിഹൈഡ് ആണ്, ഫോർത്ത് വൺ ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കമ്പയറബിൾ മോളാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാൽ അതിൽ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും ആൽക്കേൻ. കാരണം ആൽക്കേൻ ലണ്ടൻ ഫോഴ്സ് മാത്രം കാണിക്കുന്ന നോൺ പോളാർ ഇന്ററാക്ഷനുള്ള ആളാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട് ഈതറിനേക്കാൾ കൂടുതലായിരിക്കും ആൽക്കൈൽ ഹാലൈഡിന്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ കൂടുതലായിരിക്കും ആൽഡിഹൈഡിനേക്കാൾ കൂടുതലായിരിക്കും കീറ്റോണിനേക്കാൾ കൂടുതലായിരിക്കും അമൈൻസിനേക്കാൾ കൂടുതലായിരിക്കും ആൽക്കോളിനേക്കാളും കൂടുതലായിരിക്കും കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, റീസൺ ആൽക്കോൾ അമീൻസ് ആസിഡ് എല്ലാം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കും. ഈതർ മുതൽ കീറ്റോൺ വരെ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. സ്ട്രോങ്ലി പോളാർ ആയതുകൊണ്ട് കീറ്റോൺ സ്ട്രോങ് ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. പൊളാരിറ്റി അത്ര തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈതറിന് വീക്ക് ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് റീസൺ. അപ്പൊ ഇതിലെ ഫസ്റ്റ് മോളിക്യൂൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് ആൽക്കേൻ ആണ്. ആൽക്കേന്റെ പൊസിഷൻ ഇവിടെയാണ്. സെക്കൻഡ് മോളിക്യൂൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് ആൽക്കോൾ ആണ്. ആൽക്കോളിന്റെ പൊസിഷൻ ഇവിടെയാണ്. തേർഡ് മോളിക്യൂൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഫോർത്ത് മോളിക്യൂൾ നിങ്ങൾക്ക് തന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ പൊസിഷൻ ഇവിടെയാണ്. സോ ഈ ഒരു ഓർഡർ അറേഞ്ച് ചെയ്താൽ മതി. ഓർഡർ എങ്ങനെ വരുന്നത്? 4 ഏറ്റവും ടോപ്പ്, ആ രൂപത്തിലുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 3 2 4 വരണം. 1 3 2 4 അല്ലെ? 1-നേക്കാൾ കൂടും 3, 3-നേക്കാൾ കൂടും 2, 2-നേക്കാൾ കൂടും 4. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ സി കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണ്. അപ്പൊ ആ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒരു ക്രൈറ്റീരിയ അതിൻ്റെ അകത്ത് ചിന്തിക്കാനില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പയറബിൾ മോളാർ മാസിന്റെ ഓർഡർ അറിയണം. എന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 6 നോക്കണം. ക്വസ്റ്റൻ നമ്പർ 6 എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സിന്റെ അകത്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഈസ് 1 സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് 1 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ടൈം റിക്വയർഡ് ഫോർ 99.9% കംപ്ലീഷൻ. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തൊക്കെ ഒരു പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് പറയുന്നുണ്ട്. പ്രൂഫ് ദാറ്റ് ടൈം റിക്വയർഡ് ഫോർ 99.9% ഓഫ് എ റിയാക്ഷൻ ഇസ് 10 times the half life period. So that's a standard result actually. For a first order reaction, time required for 99.9% is simply 10 times of the half life period. ഇതിൽ അങ്ങ് കൊടുത്താൽ മതി. അവർ ഓൾറെഡി ഹാഫ് ലൈഫ് പീരീഡ് 1 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ 99.9 സെക്കൻഡിന് 99.9% കംപ്ലീറ്റ് ചെയ്യാൻ 10 സെക്കൻഡ്സ് ആവശ്യം ഉണ്ടാവും. ഇതുപോലെയുള്ള റിസൾട്ട് ആണ് ടൈം റിക്വയർഡ് ഫോർ 90% എന്ന് പറയുന്നത് 10/3 times of TF5. ടൈം റിക്വയർഡ് ഫോർ 99% എന്ന് പറയുന്നത് 20/3 times of TF5. ടൈം റിക്വയർഡ് ഫോർ 75% എന്ന് പറയുന്നത് 2 times of TF5. ടൈം റിക്വയർഡ് ഫോർ 87.5% എന്ന് പറയുന്നത് 3 times of TF5. ടൈം റിക്വയർഡ് ഫോർ 93.75% എന്ന് പറയുന്നത് 4 times of TF5. ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കുറച്ച് റിലേഷൻസ് ആണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരിക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ സി ഓക്കെ ആണല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. നോഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഫോർ എ ഗിവൺ പ്രിൻസിപ്പൽ കോൺ നമ്പർ n ആൻഡ് അസിംപ്റ്റൽ കോൺ നമ്പർ l. ഇങ്ങനെയാണ് പറയുന്നത്. ഈസി ക്വസ്റ്റ്യൻ. നോഡ് എന്ന് പറയുന്നത് റീജിയൻ വേർ യു കാൺ സി ഇലക്ട്രോൺ ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് നോഡ്. നോഡ് 2 ടൈപ്പ് നോഡുണ്ട് മക്കളെ. ഒന്നാണ് റേഡിയൽ നോഡ്. റേഡിയൽ നോഡ് എന്ന് പറയുന്നത് ഒരാളുടെ റേഡിയൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഓർബിറ്റലിന്റെ പ്രിൻസിപ്പൽ കോൺ നമ്പറിൽ നിന്നും അസിംപ്റ്റൽ കോൺ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക, ഒരു ഒന്നുകൂടെ സബ്ട്രാക്ട് ചെയ്യുക, n-l-1. ആംഗുലാർ നോഡാണ് ചോദിക്കുന്നത്. ദർ ഇസ് അനദർ നോഡ് കോൾഡ് പ്ലാനർ നോഡ് ഓർ ആംഗുലാർ നോഡ്. അത് അതിന്റെ അസിംപ്റ്റൽ കോൺ നമ്പറിന് ഈക്വൽ ആയിരിക്കും.
ഈ രണ്ട് നോഡും കൂടെ ചേർന്നാണ് ഒരു ഓർബിറ്റലിന്റെ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത്. ടോട്ടൽ മോഡ് എന്ന് പറയുന്നത് n-l-1 എന്ന് പറയുന്ന സ്പെറിക്കൽ നോഡും L എന്ന് പറയുന്ന ആംഗുലാർ നോഡും കൂടെ സം ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. സോ ദാറ്റ് ഈസ് സിംപ്ലി ദ സം ഓഫ് ആംഗുലാർ നോഡ് L ആൻഡ് റേഡിയൽ നോഡ് n-l-1. സോ ദ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ടോട്ടൽ വാല്യൂ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n-1 ആണ്. ഈ n-1 എങ്ങനെ കിട്ടിയേ? n-l-1 എന്ന് പറയുന്ന സ്പെറിക്കൽ നോഡ് അഥവാ റേഡിയൽ നോഡും പ്ലസ് L എന്ന് പറയുന്ന ആംഗുലാർ നോഡ് പ്ലാനർ നോഡ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് മാച്ചിങ് ആവുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് സം ഓഫ് n-l-1 റേഡിയൽ നോഡ് ആൻഡ് L ആംഗുലാർ നോഡ്. സെക്കൻഡ് ഓപ്ഷൻ പെർഫെക്റ്റ് ആണല്ലോ അല്ലെ? ആണ്. അപ്പോൾ ബി ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെൽ? മക്കളെ, 2023 മുമ്പ് NCERT-കകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2023 ശേഷം വരുന്ന പേപ്പേഴ്സിന്റെ അകത്ത് ആ ചാപ്റ്റർ ഇല്ല. അപ്പോൾ ആ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് 2020, 2021, 2022 എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 20 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് യൂണിറ്റ് സെല്ലുകൾ ഉണ്ട് സോളിഡ്സിന് ആക്ച്വലി. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെൽ, ഓക്കെ, ക്യൂബിക് ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെല്ലിൽ എന്തോരം ആറ്റംസ് പ്രസന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനെ വരച്ച് നമ്മൾ പറയണം. നമ്മളെ സിലബസിൽ അതില്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ അതിന്റെ ഓപ്ഷൻസ് പറയാണ്. ആറ്റംസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോർമലി എക്സ്പെക്ട് ചെയ്യേണ്ട ഇനി വരുന്ന ഇയേഴ്സ് ഓഫ് എക്സാമിനേഷൻ. സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്, ഈ ടോപ്പിക് സിലബസിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. നിങ്ങൾക്ക് കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ഏറ്റവും ഇന്റൻസ് കളർ കാണിക്കുന്ന കോംപ്ലക്സ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ കളർ കാണിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ടെക്സ്റ്റിന്റെ അകത്ത് പറയുന്ന കുറച്ച് അയോൺസിന്റെ ചാർജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് കളറുകൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇന്റൻസിറ്റി ഓഫ് കളർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതിന് ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഇതില് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്ന മോളിക്യൂളിന്റെ പ്രത്യേകത, ഇതില് മാംഗനീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആരാ? Mn H2O 6 times Cl2. അപ്പോൾ ക്ലോറിൻ -2 ആയതുകൊണ്ട് മാംഗനീസ് +2 ആണ്. മാംഗനീസ് +2 ആണെങ്കിൽ 3d5 ആണ്. 3d5 H2O എന്ന് പറയുന്ന ലിഗാൻഡ് പ്രസൻസിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 5 ഇലക്ട്രോൺസിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഷോ DD ട്രാൻസിഷൻ. അപ്പോൾ ലിഗാൻഡിന്റെ പ്രസൻസിൽ D1 to D10 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ ആ പറയപ്പെടുന്ന കോംപ്ലക്സുകൾക്ക് DD ട്രാൻസിഷൻ കാണിക്കാം, കളർ എക്സിബിറ്റ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നതിന്റെ അകത്ത് Mn NH3 6 times Cl3 ആണ്. ഇവിടെ ക്ലോറിൻ -3 ആയതുകൊണ്ട് മാംഗനീസ് ബാലൻസ് ചെയ്യാൻ +3 ആണെന്നും മാംഗനീസ് +3 ആകുമ്പോൾ 3d5 4 ആകുമെന്നും അതും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും സ്പ്ലിറ്റ് ചെയ്തിട്ട് അയാൾക്കും എന്ത് കാണിക്കാം? DD ട്രാൻസിഷൻ കാണിക്കാം. അപ്പൊ ഇവിടെയും കളർ ഉണ്ടാവുന്നത് DD ട്രാൻസിഷൻ വഴിയാണ്. നെക്സ്റ്റ് മോളിക്യൂള് മാംഗനീസ് NH3 5 times Cl ആണ്, വെളിയിൽ Cl. അപ്പൊ ഇവിടെ മാംഗനീസ് ക്ലോറിൻ -1 മാംഗനീസ് +2 ആയിരിക്കും. 3d5 ആണ് മാംഗനീസ്. ഞാൻ ഫസ്റ്റ് കാണിച്ച മോളിക്യൂളിനെ പോലെ അയാൾക്കും DD ട്രാൻസിഷൻ കാണിക്കാം. എന്നാ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് KMnO4 ആണ് അല്ലെ? KMnO4 മാംഗനീസിന് ചുറ്റും 4 ഓക്സൈഡ് ലിഗാൻഡ് ആണുള്ളത്. ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മക്കളെ +7 ആണ്. +7 മാംഗനീസ് 3d0 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫിനോമിനൻ. നോർമലി ലിഗാൻസ് സറൗണ്ട് ചെയ്യുന്ന സെൻട്രൽ മെറ്റൽ ആറ്റംസ് കളർ കാണിക്കുന്നതിന്റെ റീസൺ DD ട്രാൻസിഷൻ ആണ്. പക്ഷേ ഡിയിൽ ഇലക്ട്രോൺ ഇല്ലാഞ്ഞിട്ട് പോലും ഡൈക്രോമേറ്റ്, ക്രോമേറ്റ്, പെർമാംഗനേറ്റ് ഒക്കെ, ഡൈക്രോമേറ്റിന് ഓറഞ്ച് കളർ ഉണ്ട്, ക്രോമേറ്റിന് യെല്ലോ കളർ ഉണ്ട്, പെർമാംഗനേറ്റിന് എന്ത് കളർ ഉണ്ട്? പർപ്പിൾ കളർ ഉണ്ട്. ഇതിന്റെ റീസൺ ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ, വെളിയിലുള്ള മാംഗനീസിന് ചുറ്റുമുള്ള ഓക്സിജൻ എന്ന് പറയുന്ന ലിഗാൻഡിൽ നിന്നും ചാർജ് ട്രാൻസ്ഫർ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് കാണിക്കുന്നത്? കളർ ഇന്റൻസിറ്റി കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഫാക്ട് ആയിരിക്കും. ഒരു പോയിന്റോട് ഞാൻ ആഡ് ചെയ്യാണ്. ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ വഴി ആണ് കളർ കാണിക്കുന്നതെന്നിരിക്കട്ടെ,
ആ കളറിന് ഇന്റൻസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു പോയിന്റോടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കളർ ഇന്റൻസിറ്റി ഡ്യൂ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ വിൽ ബി ഗ്രേറ്റർ ദാൻ കളർ ഇന്റൻസിറ്റി ഡ്യൂ ടു ഡി ഡി ട്രാൻസിഷൻ. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ അകത്ത് ഡി ഡി ട്രാൻസിഷൻ വഴിയാണ് കളർ കാണിക്കുന്നതെങ്കിൽ 4 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ അകത്ത് ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ വഴിയാണ് പെർമാഗ്നറ്റ് കളർ കാണിക്കുന്നത്. ഇന്റൻസിറ്റി ഏതിനായിരിക്കും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-നായിരിക്കും കൂടുതൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ഓപ്ഷൻ എടുക്കാൻ പോവാണ്? ഡി ഓപ്ഷൻ എടുക്കാൻ പോവാണ്. പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കളർ ഇന്റൻസിറ്റി കൂടുതലുള്ളത് ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന ഡി ആണെന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് തേർഡ് പീരീഡ് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തേർഡ് പീരീഡ് എലമെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, തേർഡ് പീരീഡ് എലമെന്റ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സോഡിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, സിലിക്കണിന്റെ അപ്പുറം ഫോസ്ഫറസ് വരും, സൾഫർ വരും, ക്ലോറിൻ വരും, ആർഗൺ വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ അതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഈ പറയപ്പെടുന്ന നൈട്രജന്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന 3s2 ഓർബിറ്റലിനാണ്. അലൂമിനിയത്തിന്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന 3s2 3p1. ന്യൂക്ലിയസിലേക്ക് കൂടുതൽ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s ഓർബിറ്റലാണ്. അപ്പോൾ ആ 3s ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഇവിടെയാണ് ആരുടെ പൊസിഷൻ വരിക, മഗ്നീഷ്യത്തിന്റെ പൊസിഷൻ വരിക നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ക്ലാസിഫിക്കേഷനിൽ പറയാറുള്ളതാണ്. സിമിലർലി ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p3 ആണ്. സൾഫറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. ഫോസ്ഫറസിൽ നിന്നും നിങ്ങൾ ഒരു ഇലക്ട്രോൺ എടുക്കുന്നത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ നിന്നാണ്. അതിന് കുറച്ചും കൂടെ എനർജി അധികം കൊടുക്കേണ്ടി വരും. എന്നാൽ സൾഫർ നിങ്ങൾ എടുക്കുന്നത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ നിന്നല്ല. അപ്പോൾ ഇതിങ്ങനെയായിരിക്കുന്നു. ആക്ച്വൽ ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോഡിയത്തിനേക്കാൾ കൂടുന്നത് അലൂമിനിയം ആണ്, അലൂമിനിയത്തിനേക്കാൾ കൂടുതൽ ആയിരിക്കും മഗ്നീഷ്യം, മഗ്നീഷ്യത്തിനേക്കാൾ കൂടുതൽ സിലിക്കൺ, സിലിക്കണിനേക്കാൾ സൾഫർ, സൾഫറിന്റെ മേലെയാണ് ഫോസ്ഫറസ് വരിക, അതിന്റെ മേലെ ക്ലോറിൻ, അതിന്റെ മേലെ ആർഗൺ. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പെനിട്രേഷനും ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയുമാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത് ഫോസ്ഫറസ് ലെസ് ദാൻ സൾഫർ. ഫോസ്ഫറസ് ലെസ് ദാൻ സൾഫർ എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഫോസ്ഫറസ് ലെസ് ദാൻ സൾഫർ, സൾഫർ അല്ലേ ഫോസ്ഫറസിനേക്കാൾ കുറവ്. അപ്പോ അവര് പറയണത് നമുക്ക് കറക്റ്റ് അല്ലാത്താണ് എടുക്കേണ്ടത് അല്ലേ. ഓക്കെ, എ ഓപ്ഷൻ കറക്റ്റ് അല്ല. ഫോസ്ഫറസ് ആണ് സൾഫറിനേക്കാൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. സൾഫർ ആണ് ഫോസ്ഫറസിനേക്കാൾ കുറവ്. എ ഓപ്ഷൻ ഓക്കെ ആണ്, കറക്റ്റ് അല്ല. സെക്കൻഡ് ഓക്കെ, മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ അലൂമിനിയം, കറക്റ്റ് ആണ്, പെനിട്രേഷൻ ഇഫക്ട്. അലൂമിനിയം ഈസ് ലെസ് ദാൻ സിലിക്കൺ, അതും കറക്റ്റ് ആണ്. അലൂമിനിയം ഈസ് ലെസ് ദാൻ സിലിക്കൺ, അത് കറക്റ്റ് ആണ്. സിലിക്കൺ ലെസ് ദാൻ ഫോസ്ഫറസ്, അതും കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലാത്തത് എ ഓപ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. ഫോസ്ഫറസിന്റെ വാല്യൂ സൾഫറിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ അങ്ങനെയാണ്. പക്ഷേ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കൊണ്ട് ഫോസ്ഫറസ് കൂടുതലായിരിക്കും. ഓപ്ഷൻ എ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള നോർമലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഒരു വാല്യൂ വന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ എത്രയാണ് തന്നിട്ടുള്ള മക്കളെ? കോൺസെൻട്രേഷൻ നോക്കിയേ, 0.0024 മോളാരിറ്റി തന്നിട്ടുണ്ട്. അഥവാ 24 × 10⁻⁻⁴ ഇത്രയും മോളാർ ആണ് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ്. ഇതിന്റെ മോളാർ കണ്ടക്ടൻസ് ലാംഡ എം എന്ന് പറയുന്നത് 32.87 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഇൻഫിനിറ്റ് ഡാല്യൂഷനിൽ നിൽക്കുമ്പോൾ, സീറോ കോൺസെൻട്രേഷനിൽ നിൽക്കുമ്പോൾ ഉള്ള ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് അവർ 390 തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്, കെ. നിങ്ങൾക്കറിയാം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ C⁴/1 - α. ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ഒക്കെ വരുന്ന സമയത്ത് ആൽഫ വളരെ ചെറുതാണ് എന്നുള്ള സെൻസിൽ നമുക്ക് 1 - α 1 ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ K = എന്തെന്ന് കണ്ടാൽ മതി? C⁴ കണ്ടാൽ മതി. സി ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, ആൽഫ വേണം. ആൽഫ ഇസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിത്ത് മോളാർ ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഈസ് മോളാർ കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. അപ്പോൾ ആൽഫ ഇത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന. നമ്മൾ K = C⁴ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് ഓപ്ഷൻസ് എല്ലാം അത്യാവശ്യം ഡിഫറൻഷ്യൽ ഓപ്ഷൻസ് ആണ്. സോ C⁴ എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ, എന്താ വരും നോക്കണം. അപ്പൊ ഞാൻ K = C⁴ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. C × α ആയിട്ട് λm/λm0² ആണ് കൊടുക്കുന്നത്.
സി ആയിട്ട് മക്കളെ ഞാൻ എടുത്തത് 24 × 10⁻⁴ ആണ്. ലാംഡ എമ്മിന്റെ വാല്യൂ ആസ് പെർ ദി ക്വസ്റ്റ്യൻ 32.87 ആണ്. ലാംഡ M0 390.5 ആണ്. ഇതിന്റെ സ്ക്വയർ വേണം എനിക്ക്. അപ്പോ 390 എത്ര 32 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 320 എത്ര 32 ഉണ്ട്? 10 ഉണ്ടാവും. പിന്നെയും 1-2 32 കൂടെ പോവില്ലേ അല്ലേ? 320 ഒരു 10 കിട്ടും. പിന്നെ ഒരു 2 32 64 ഒക്കെ വന്നാൽ ഏകദേശം 4 8 384 വരും. അപ്പോ ഒരു 10 12 പോകും. കറക്റ്റ് അല്ലേ? റഫൈഡ് ചെയ്താൽ മതി. 24 × 10⁻⁴ ഇൻറ്റു 1/12 സ്ക്വയർ എന്നായി. ഇതിന് ഞാൻ 24 × 10⁻⁴ ഡിവൈഡഡ് ബൈ 12 × 12 12 സ്ക്വയർ 12 × 12 ക്ലിയർ ആണല്ലോ. 24 × 12 ഞാൻ കട്ട് ചെയ്താൽ എനിക്ക് ഒരു 2 ഇവിടെ കിട്ടൂലേ? കിട്ടും. ആ 2 ും 12 ഞാൻ കട്ട് ചെയ്താൽ 6 ആയി മാറൂലേ? അപ്പൊ ഇത് 1/6 × 10⁻⁴ ആയി മാറി. 1/6 0.16 ആണ് ഇൻറ്റു 10⁻⁴ ആയി മാറി. അപ്പൊ ഇതിന് 1.6 × 10⁻⁴ -5 എന്ന് പറയും. അപ്പൊ ഏതാണ്ട് 1.6 × 10⁻⁵ റേഞ്ചിലൊക്കെ വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. 10⁻⁵ ആയിരിക്കണം പവർ എന്ന് പറയുന്നത്. അത് 1.6 ആയിരിക്കണം അതിന്റെ 1 ആയിരിക്കണം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം. 10⁻⁵ വരുന്ന 2 ഓപ്ഷനാണുള്ള എയും ബിയും. എയുടെ 5.3 ആണ് വരുന്നത്. അത്രയും മാഗ്നിറ്റ്യൂഡ് എന്തായാലും വരില്ല. നമ്മൾ അത്ര റഫായിട്ടല്ല ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ടുള്ളത്. 1.6 1.86 മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ ബി എടുക്കാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ അകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ ബോണ്ടിങ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലൂയിസ് സ്ട്രക്ചർ ഓഫ് NO2F ആണ് പറയുന്നത്. NO2F. നിങ്ങൾ ആദ്യം NO2ന്റെ ലൂയിസ് സ്ട്രക്ചർ അറിയണം. NO2 എന്ന് പറയുന്ന മോളിക്യൂള് ഇങ്ങനെയാണ് ലൂയിസ് സ്ട്രക്ചർ ഉള്ളത്. NO2 is a special molecule having coordinate bond. ഓക്കെ, NO2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. നൈട്രജന് ചുറ്റും 5 ഇലക്ട്രോൺ ആണുള്ളത്. നൈട്രജന് ചുറ്റും 5 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ നൈട്രജന് ഒരു പ്രത്യേകത ഉണ്ട്. നൈട്രജന് ചുറ്റും 4 ബോണ്ട്സേ പറ്റുള്ളൂ. നൈട്രജന്റെ കൊവാലൻസി 4 പറ്റുള്ളൂ. 4-ൽ കൂടുതൽ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നൈട്രജൻ എന്താണ്? പ്രശ്നമാണ്. നൈട്രജൻ 4-ൽ കൂടുതൽ ബോണ്ട് എന്തെയില്ല വരില്ല. മാക്സിമം 4 ബോണ്ടേ പറ്റുള്ളൂ. കൊവാലൻസി 4 പറ്റുള്ളൂ. ഈ ഒരു സെൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതില് ഓക്സിജൻ എന്ന് പറയുന്നത് ബൈവാലന്റ് ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ബൈവാലന്റ് ആണ്. കൊവാലന്റ് ബോണ്ട് ആണെങ്കിൽ ഓക്സിജൻ കൊവാലന്റ് ബോണ്ട് ആണ് കാണിക്കുന്നെങ്കിൽ ഓക്സിജൻ ബൈവാലന്റ് ആയിരിക്കും. ഓക്സിജൻ കോർഡിനേറ്റ് ബോണ്ടുമായി കണക്റ്റഡ് ആണെങ്കിൽ ഓക്സിജൻ മോണോവാലന്റ് ആയിരിക്കും. കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ ഒരു ബോണ്ടാണ് ഓക്സിജനിലേക്ക് ഉണ്ടാകും. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഓൾവേസ് മോണോവാലന്റ് ആയിരിക്കും. അപ്പൊ എന്റെ കയ്യിൽ നൈട്രജൻ ഉണ്ട്, ചുറ്റും 5 ഇലക്ട്രോൺസ് ഉണ്ട്. 5 ഇലക്ട്രോൺസ്. ഓക്കെ, NO2ന്റെ സ്ട്രക്ചർ കണ്ട ആളുകളാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. NO2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നൈട്രജന് ചുറ്റുള്ള 5 ഇലക്ട്രോൺസ് എങ്ങനെയാ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഓക്സിജനുമായിട്ട് കൊവാലന്റ്ലി ഷെയർ ചെയ്യും. ഈ 2 ഓക്സിജന് കൊടുത്തിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. ഇത് ഓഡ് ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ NO2 എന്ന് പറയുന്ന മോളിക്യൂൾ N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ട് ഇങ്ങനെയാണ് വരിക. NO2 NO ഒക്കെ ഓഡ് ഇലക്ട്രോൺ എക്സാമ്പിളാണ്. ഈ NO2 ഒരു ഫ്ലൂറിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ NO2F ആവും. അപ്പൊ ഫ്ലൂറിന്റെ ഒരാളുമായിട്ടൊരു കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ചിന്തിക്കാം. NO2ന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അത് NO2 ഒരു ഫ്ലൂറിനുമായിട്ട് കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണ് NO2F. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്ട്രക്ചർ വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഏത്, ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആയിരിക്കും കൊവാലന്റ് ബോണ്ട് ആണെങ്കിൽ. കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. മോർ ഓവർ നൈട്രജന് മാക്സിമം 4 പേരെ സറൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നൈട്രജന് ചുറ്റും 2 ഓക്സിജനും ഒരു ഫ്ലൂറിനും ഉള്ള. ഫ്ലൂറിന് എന്തായാലും സിംഗിൾ ബോണ്ട് കൊടുക്കണം. ബാക്കി 2 ഓക്സിജനും സിംഗിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നൈട്രജന് ചുറ്റും എത്ര വാലൻസിയാ വന്നേ? 3 വന്നുള്ളൂ. മാക്സിമം 4 വരെ വരുത്താം. അപ്പൊ ഞാനിതിലെ ഒരു ഓക്സിജന് ഡബിൾ ബോണ്ട് കൊടുത്തു, ഒരു ഓക്സിജന് സിംഗിൾ ബോണ്ട് കൊടുത്തു. ആ സിംഗിൾ ബോണ്ട് കൊടുത്ത ഓക്സിജൻ കോർഡിനേറ്റ് ആയിരിക്കും എന്ന രീതിയിലും നിങ്ങൾക്ക് നൈട്രജന്റെ 5 ഇലക്ട്രോൺ കാണണം. നിങ്ങൾക്ക് 1 2 3 ഷെയർ ചെയ്തത് കൊവാലന്റ്ലി ഷെയർ ചെയ്ത് 4 5 കോർഡിനേറ്റ് ബോണ്ടായി കണക്ട് ചെയ്ത് ഇങ്ങനെ വേണം ചിന്തിക്കാൻ പറ്റും. അപ്പൊ ലൂയിസ് സ്ട്രക്ചർ വരച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മോളിക്യൂളാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതുമായി മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഫസ്റ്റ് വൺ പറ്റില്ലടാ, ഫ്ലൂറിൻ ഡബിൾ ബോണ്ട് ഓക്കെ അല്ല. സെക്കൻഡ് വണ് നമ്മൾ പറഞ്ഞ പോലെയാണ്. തേർഡ് വണ് 3 ബോണ്ടിന്റെ ആവശ്യമില്ല, കാരണം 4 വരെ ബോണ്ട് എത്തിക്കാം. ഫോർത്ത് വണ്ണിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജന് ചുറ്റും 5 വാലൻസി ഒന്നുണ്ട്, അത് പോസിബിൾ അല്ല. ഇതിൽ ബെറ്റർ വൺ എന്ന് പറയുന്നത് ഏതാണ്? ബി എടുക്കാം, സെക്കൻഡ് വൺ എടുക്കാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്.
വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, മേയേഴ്സ് റിലേഷൻ എന്നൊക്കെ പറയും. വാട്ട് ഈസ് എ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. CP എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നിന്നും CV എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം കുറയ്ക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് വാട്ട്? NR എന്നാ പറയാം. NR. ഓക്കെ, NR. CP minus CV equal to NR എന്ന് പറയാം. N is a number of mole of gas. അപ്പൊ ഈ ക്വസ്റ്റിന്റെ അകത്ത് അവര് നമ്പർ ഓഫ് മോള് പറയുന്നുണ്ടോ? നമ്പർ ഓഫ് മോള് പറയുന്നില്ല. കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ നമ്പർ ഓഫ് മോൾ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്കത് 1 മോൾ ഗ്യാസ് ആയിട്ട് എടുക്കാം. 1 മോൾ ഗ്യാസ്. മേയേഴ്സ് റിലേഷൻ എന്നാ പറയുന്നതിന് CP minus CV equal to R. ഇനി CP ഡിവൈഡഡ് ബൈ CV ഈക്വൽ ടു ഗാമ എന്ന് പറയുന്ന പോയിസൺ റേഷ്യോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ തെർമോഡൈനാമിക്സ് പഠിച്ച കുട്ടികൾക്ക് നോർമലി അറിയുന്നതായിരിക്കും. ഞാൻ ഒരുപാട് പറയുന്നില്ല. സോ ഈസിയാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. CP minus CV ഈക്വൽ ടു R. NR എന്ന് പറയുമ്പോൾ N നമ്പർ ഓഫ് മോള് 1 മോളോ 2 മോളോ എന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് NR എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ 1 മോളാണെന്ന് അസ്യൂം ചെയ്തിട്ട് CP minus CV ഈക്വൽ ടു R എന്ന് എടുക്കും. ഓപ്ഷൻ ബി എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14 ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. ഐഡന്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഈസിലി ആൻഡ് ഫാസ്റ്റർ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഫാസ്റ്റർ എന്ന് പറയുന്നുണ്ട് അല്ലെ, ടെട്രാഹൈഡ്രോഫ്യൂരാൻ ഒരു സോൾവെന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ടെട്രാഹൈഡ്രോഫ്യൂരാനിൽ ഫാസ്റ്റർ ആയിട്ട് മേജർ ആയിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? നമ്മളെ മോളിക്യൂളിന്റെ അകത്ത് കാർബോക്സിലിക് ആസിഡ്, ടെട്രാഹൈഡ്രോഫ്യൂരാൻ ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്. NCERT കാർബോക്സിലിക് ആസിഡിൽ പറയുന്നുണ്ട് കാർബോക്സിലിക് ആസിഡിനെ പ്രൈമറി ആൽക്കോൾ ആക്കാനായിട്ട് 2 റിയേജന്റ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് LiLH4, 2 ഡൈബോറൈൻ. ഇത് രണ്ടും കാർബോക്സിലിക് ആസിഡിനെ പ്രൈമറി ആൽക്കോൾ ആക്കി മാറ്റും. RCH2H ആക്കി മാറ്റും. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് 2 റിയേജന്റ് പറയുന്നുള്ളൂ. ഒന്ന് LiLH4, ഒന്ന് B2H6. ഇത് രണ്ടും കാർബോക്സിലിക് ആസിഡിനെ എന്താക്കി മാറ്റും? പ്രൈമറി ആൽക്കോൾ ആക്കി മാറ്റും. അപ്പൊ ഈ മോളിക്യൂളിന്റെ അകത്ത് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, എസ്റ്റർ ഉണ്ട്, NO2 ഒക്കെ ഉണ്ട്. ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന റിയേജന്റ് ആരാ? ഡൈബോറൈനാ, B2H6 ആ. B2H6 a reducing agent which can fastly reduce what? Carboxylic acid. ഏറ്റവും അടിപൊളിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ കാർബോക്സിലിക് ആസിഡിനെ. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യും, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യും, കീറ്റോണിനൊക്കെ റെഡ്യൂസ് ചെയ്യും. പക്ഷെ റിയാക്ഷൻ സ്ലോ ആയിരിക്കും. റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഫാസ്റ്റർ ആയിട്ടുള്ള മേജർ പ്രൊഡക്റ്റ് ഏതാണുള്ളത്. അപ്പൊ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യണ്ട, കാരണം എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുന്നത് ഫാസ്റ്റർ റിയാക്ഷൻ അല്ല. കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ പ്രൈമറി ആൽക്കോൾ ആവും. NO2 റെഡ്യൂസ് ചെയ്യൂല. NO2 NH2 ആക്കുന്ന റിയേജൻസ് അമൈൻസിൽ പറയുന്നുണ്ട് ടിൻ HCl, സിങ്ക് HCl, LiLH4, ഹൈഡ്രജൻ പലൈഡിയൊക്കെ. B2H6 പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു മോളിക്യൂളിന്റെ കേസിൽ ഫാസ്റ്റർ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ കാർബോക്സിലിക് ആസിഡ് റെഡ്യൂസ് ചെയ്യുന്നു. കാർബോക്സിലിക് ആസിഡിനെ LiLH4 റെഡ്യൂസ് ചെയ്താലും ഡൈബോറൈൻ റെഡ്യൂസ് ചെയ്താലും അത് എന്തായിട്ട് മാറും? പ്രൈമറി ആൽക്കോളായി മാറും. അപ്പൊ ഇത് പ്രൈമറി ആൽക്കോളായി മാറുന്നു. ഇവിടെ COO CH3 അഥവാ എസ്റ്ററിന് അൺചേഞ്ച്ഡ് ആയിട്ടാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഫാസ്റ്ററിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കി. കാർബോക്സിലിക് ആസിഡ് പ്രൈമറി ആൽക്കോൾ ആവണം. കാർബോക്സിലിക് ആസിഡ് പ്രൈമറി ആൽക്കോൾ ആവുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, അപ്പൊ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഡി ഓപ്ഷൻ എടുക്കാം. എസ്റ്റർ അൺചേഞ്ച്ഡ് ആയിരിക്കും കേട്ടോ. എസ്റ്റർ ഫാസ്റ്റർ എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ എടുത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും എസ്റ്ററിനൊക്കെ സ്ലോ ആയിട്ട് B2H6 റെഡ്യൂസ് ചെയ്തു, പക്ഷെ ആസിഡിനെ വളരെ സൂപ്പർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ലാസ്റ്റ് 15th ക്വസ്റ്റ്യൻ. ദിസ് ഓൾസോ ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലേ, അതൊരു സൈക്ലിക് കീറ്റാൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. സൈക്ലിക് കീറ്റാൾ. ആ സൈക്ലിക് കീറ്റാളിലേക്ക് ഡൈല്യൂട്ട് HCl ചേർത്ത് ഹൈഡ്രലൈസ് ചെയ്യുന്നു. അപ്പൊ ഒരു 1 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. അതിന് ഏതോ റിയാക്റ്റുമായിട്ട് റിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബെൻസോയിക് ആസിഡായി മാറും. അപ്പൊ ഡൈല്യൂട്ട് HCl റിയേറ്റ് ചെയ്ത് കിട്ടുന്ന 1 എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്ട്രക്ചർ അറിയണം, അതുപോലെ ആ നിങ്ങൾ ഉപയോഗിച്ച റിയേജന്റിനെയും കുറിച്ച് അറിയണം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈസിയാണ്. ടെക്സ്റ്റിന്റെ അകത്ത് പറയുന്ന റിയാക്ഷൻസ് ആണ്. നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് ബെൻസീൻ റിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കാർബൺ, ആ കാർബണിൽ ഒരു CH3 ഉണ്ട്, ആൻഡ് ദർ ഫോംസ് എ സൈക്ലിക് കീറ്റാൾ. ഓക്കെ, സൈക്ലിക് കീറ്റാൾ. റെഡി? ഇതിനെ നമ്മൾ ഡയലൂട്ട് HClന്റെ പ്രസൻസിൽ ഹൈഡ്രലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 കിട്ടുന്നു,
ഈ 1നെ നമ്മളൊരു പർട്ടിക്കുലർ റിയേജനുമായി ട്രീറ്റ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്നാണ് നമുക്കിത് മനസ്സിലാവുക. ഞാൻ നിങ്ങൾക്ക് ആദ്യം 2 റിയാക്ഷൻസ് പരിചയപ്പെടുത്തരാം. എൻ്റെ കയ്യിലൊരു ആൽഡിഹൈഡോ കീറ്റോണോ ഉണ്ടെന്നിരിക്കട്ടെ. അതിന് ഞാനൊരു ഡൈഹൈഡ്രിക് ആൽക്കോളുമായി ട്രീറ്റ് ചെയ്യാണെന്നിരിക്കട്ടെ. ഡൈഹൈഡ്രിക് ആൽക്കോൾ. ഒരു ഡൈഹൈഡ്രിക് ആൽക്കോളുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രൈ HCl പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ വിത്ത് ആൽക്കോൾ പറയുന്നതാണ്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ കണ്ടൻസേഷൻ നടന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സൈക്ലിക് കീറ്റാൾ കിട്ടും. സൈക്ലിക് കീറ്റാൾ ഇങ്ങനെയായിരിക്കും സൈക്ലിക് കീറ്റാളിന്റെ സ്ട്രക്ചർ. പിന്നെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കീറ്റാൾ അസറ്റാൾ ഓൺ ഹൈഡ്രലൈസ് വിത്ത് മിനറൽ ആസിഡ് ലൈക്ക് ഡൈലൂട്ട് HCl വിൽ റീജനറേറ്റ് ദ ഇനീഷ്യൽ മോളിക്യൂൾ. ഇതിനെ ഡൈലൂട്ട് HCl ഉപയോഗിച്ച് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് H ഇങ്ങോട്ടും OH ഇങ്ങോട്ടും വരും, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് H ഇങ്ങോട്ടും OH ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പൊ വീണ്ടും ആ കോമ്പൗണ്ട് എത്തിലീൻ ഗ്ലൈക്കോൾ ആയിട്ട് മാറും. നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ആള് ഇങ്ങനെ ആയിട്ട് മാറും. ഒരു കാർബണിൽ 2 OH വരും. ഒരു കാർബണിൽ 2 OH വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ അത് വീണ്ടും കാർബണിലായി മാറും, ഒറിജിനൽ കോമ്പൗണ്ട് ആയി മാറും. ഇങ്ങനെ റിയാക്ഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആൽഡിഹൈഡും കീറ്റോണും എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഡൈഹൈഡ്രിക് ആൽക്കോളുമായിട്ട് ഡ്രൈ HCl പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അഡീഷൻ ഫോളോഡ് ബൈ കണ്ടൻസേഷൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആണ് സൈക്ലിക് കീറ്റാൾ. സൈക്ലിക് കീറ്റാൾ ഓൺ ഹൈഡ്രലൈസ് വിത്ത് ഡൈലൂട്ട് ആസിഡ് വിൽ ഗിവ് യു ദ ഇനീഷ്യൽ കാർബണിൽ കോമ്പൗണ്ട്. നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങി ആ കോമ്പൗണ്ടിന് കിട്ടും. ഓക്കെ, ഇതൊരു റിയാക്ഷൻ. പിന്നെ നിങ്ങൾ ആഡോഫം റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളെ കയ്യിൽ ഒരു മീഥൈൽ കീറ്റോൺ ഉണ്ടെന്നിരിക്കട്ടെ. ആരാ? മീഥൈൽ കീറ്റോൺ. CH3CO പാർട്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് മീഥൈൽ കീറ്റോൺ. ഇതിനെ നിങ്ങൾ ആഡോഫോം റിയേജന്റ് ആയിട്ടുള്ള NaOI അല്ലെങ്കിൽ അയഡിൻ പ്ലസ് NaOH ഇതുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മീഥൈൽ ഗ്രൂപ്പ് ആഡോഫോം ആയിട്ട് മാറും. മീഥൈൽ ഗ്രൂപ്പ് ആഡോഫോം ആയിട്ട് മാറും. ബാക്കി RCO എന്ന് പറയുന്ന പാർട്ട് ആസിഡ് സാൾട്ട് ആയിട്ട് മാറും. ആസിഡ് സാൾട്ട്. അപ്പോ N കാർബൺ ഉള്ള ഒരു കീറ്റോൺ, മീഥൈൽ കീറ്റോൺ ആയിരുന്നു ഇത്. അതിൽ ഒരു കാർബൺ ഇവിടെ പോയി, N-1 കാർബൺ ഇവിടെയും വന്നു. അപ്പോൾ N കാർബൺ ഉള്ള കീറ്റോണിനെ N-1 കാർബൺ ഉള്ള ആസിഡ് സാൾട്ട് ആക്കണമെങ്കിൽ ആഡോഫം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ള ഒരു ലോജിക് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്നാണ് അത് ഉണ്ടാവുക. ഈ ആസിഡ് സാൾട്ടിനെ നിങ്ങൾ പിന്നെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് സാൾട്ട് വേണമെങ്കിൽ ആസിഡ് ആയിട്ട് മാറും. ഈ 2 റിയാക്ഷന്റെ ഐഡിയ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ ലോജിക്കിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ കണക്ട് ചെയ്തത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റെഡി ആയിരിക്കും. അപ്പൊ ഞാൻ കണ്ടു സൈക്ലിക് കീറ്റാൾ. അതിലേക്ക് ഞാൻ ഡൈലൂട്ട് HCl H2O ചേർത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാ, ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ H വരും, ഇവിടെ OH വരും, ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ H വരും, ഇവിടെ OH വരും. ആൻഡ് ദിസ് ഫസ്റ്റ് കോമ്പൗണ്ട് വിൽ ബി റിങ് C. ഇവിടെ CH3 ഉണ്ട്, പറയടാ. ഇവിടെ ഒരു OH ഉണ്ടാവും, ഇവിടെ ഒരു OH ഉണ്ടാവും. ആ 2 OH വാട്ടർ ഇങ്ങനെ അങ്ങ് പോകും. 2 OH വാട്ടർ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ റിങ് അസറ്റോഫിനോൺ ആയിട്ട് മാറും, COCH3 ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, അസറ്റോഫിനോൺ. ഓക്കെ, ഈ അസറ്റോഫിനോണിന് അവർക്ക് ബെൻസോയിക് ആസിഡ് ആയിട്ടാണ് കിട്ടിയത്. അസറ്റോഫിനോൺ ഇസ് എ മീഥൈൽ കീറ്റോൺ. ആം ഐ കറക്റ്റ്? അസറ്റോഫിനോൺ ഇസ് എ മീഥൈൽ കീറ്റോൺ. കറക്റ്റാ? ആണ്. അത് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഒരു കാർബൺ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീഥൈൽ കീറ്റോണിൽ ഒരു കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മീഥൈൽ കീറ്റോൺ ആയിട്ടുള്ള അസറ്റോഫിനോണിനെ ബെൻസോയിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി റിയാക്ഷൻ പറഞ്ഞല്ലോ. ഒരു കാർബൺ, ഈ കാർബൺ പോവണം, ഇത് ആസിഡ് ആവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡോഫോം റിയേജന്റ് ആഡ് ചെയ്താൽ NaOH പ്ലസ് I2. അപ്പൊ ഇത് ആഡോഫോം ആവും, CH3 ആഡോഫോം ആവും. ബാക്കിയുള്ള ബെൻസീൻ CO പാർട്ട് ബെൻസീൻ COH ആയിട്ട് മാറും. COH ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോളിസും കൂടെ ചെയ്യണം. അപ്പൊ ഒരു റിയേജന്റ് ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഹൈഡ്രോളിസ് ഉണ്ട്. ആ റിയേജന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡോഫോം റിയാക്ഷൻ റിയേജന്റ് ആയിരിക്കും. ഈ 2 കോൺസെപ്റ്റുകൾ, സെൻസുകൾ മനസ്സിലാക്കി കൊണ്ടുവേണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ടെക്സ്റ്റിലുള്ള റിയാക്ഷൻസ് വളരെയധികം ഫെമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, റെഡി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അസറ്റോഫിനോൺ. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് ആഡോഫോം റിയേജന്റ് ആണ്. ആഡോഫോം റിയേജന്റ് എന്ന് പറയുന്നത് ഹാലജൻ പ്ലസ് ആൽക്കലിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മാച്ച് ആവുന്ന ഓപ്ഷൻ D ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ.
ഓക്കെ, അപ്പം നമ്മൾ 2020-ലുള്ള 15 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് വരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ സിലബസിൽ 2025 നമ്മുടെ സിലബസിൽ നമുക്ക് കാണാൻ പറ്റാത്തത്, സോളിഡ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ബാക്കി എല്ലാം നോർമലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ചെയ്യാവുന്ന 14 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത വീഡിയോസ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.